Constants. Constants refers to the data items that do not change their value during the program execution. അതായത് പ്രോഗ്രാം എക്സിക്യൂഷനിൽ വാല്യൂ ചേഞ്ച് ചെയ്യാത്ത ഡേറ്റ ഐറ്റംസിനെയാണ് കോൺസ്റ്റൻസ് എന്ന് പറയുക. അതായത് നമ്മളിപ്പോൾ നമ്പേഴ്സ് വെറുതെ 100 എന്നൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതൊരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ കോൺസ്റ്റൻസ് 4 ടൈപ്പാണുള്ളത്. ഇൻറ്റിജർ കോൺസ്റ്റൻസ്, റിയൽ കോൺസ്റ്റൻസ്, ക്യാരക്ടർ കോൺസ്റ്റൻസ് ആൻഡ് സ്ട്രിങ് കോൺസ്റ്റൻസ്. ഇങ്ങനെ 4 ടൈപ്പ് കോൺസ്റ്റൻസ് ആണ് സിയിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ടൈപ്പ് കോൺസ്റ്റൻറ്റും എന്താണെന്ന് നോക്കാം. ഇൻറ്റിജർ കോൺസ്റ്റൻസ് ആർ ഹോൾ നമ്പേഴ്സ് വിത്തൗട്ട് എനി ഫ്രാക്ഷണൽ പാർട്ട്. ഫ്രാക്ഷണൽ പാർട്ട് ഇല്ലാത്ത ഹോൾ നമ്പേഴ്സ്, അതായത് 10 എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ കോൺസ്റ്റൻ്റ് ആണ്. 10.0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻറ്റിജർ കോൺസ്റ്റൻ്റ് അല്ല. അപ്പോൾ ഫ്രാക്ഷണൽ പാർട്ട് ഇല്ലാത്ത ഹോൾ നമ്പേഴ്സിനെയാണ് ഇൻറ്റിജർ കോൺസ്റ്റൻസ് ആയിട്ട് നമ്മൾ പറയുക. ആൻഡ് ദേ മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് 1 ഡിജിറ്റ്. അതായത് അറ്റ്ലീസ്റ്റ് 1 ഡിജിറ്റ് ഉണ്ടായിരിക്കണം. ഒന്നുമില്ലാണ്ട് ബ്ലാങ്ക് ആയിട്ടൊരു ഇൻറ്റിജർ കോൺസ്റ്റൻ്റ് ഉണ്ടാവില്ല. ആൻഡ് മേ കണ്ടെയ്ൻ എയ്തർ പ്ലസ് ഓർ മൈനസ് സൈൻ. പ്ലസ് ഓർ മൈനസ് സൈൻ ആവശ്യം ആണെങ്കിൽ നമുക്കിടാം. അതായത് -10 എന്ന് എഴുതാം. അതായത് -10 എന്നാണ് മീനിങ്. ഇനി നമുക്ക് പോസിറ്റീവിന് +10 എന്ന് എഴുതാം, അല്ലെങ്കിൽ വെറുതെ 10 എന്ന് എഴുതാം. അതായത് നമ്പർ വിത്ത് നോ സൈൻ ഇസ് അസ്യൂംഡ് ടു ബി പോസിറ്റീവ്. സൈൻ ഇല്ലാത്ത നമ്മളൊരു നമ്പർ എഴുതുകയാണെങ്കിൽ അത് പോസിറ്റീവാണ്. ഈ ഇൻറ്റിജർ കോൺസ്റ്റൻസ് തന്നെ 3 ടൈപ്പാണുള്ളത്. ഡെസിമൽ ഇൻറ്റിജർ കോൺസ്റ്റൻസ്, ഒക്ടൽ ഇൻറ്റിജർ കോൺസ്റ്റൻസ് ആൻഡ് ഹെക്സാഡെസിമൽ ഇൻറ്റിജർ കോൺസ്റ്റൻസ്. അതായത് ഡെസിമൽ ഇൻറ്റിജർ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെസിമൽ നമ്പർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, മറ്റത് ഒക്ടൽ നമ്പറും ഹെക്സാഡെസിമൽ നമ്പേഴ്സും സ്റ്റോർ ചെയ്യാനല്ല, റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒക്ടൽ നമ്പേഴ്സും ഹെക്സാഡെസിമൽ നമ്പേഴ്സൊക്കെ നമ്മൾ വളരെ റെയറായിട്ടേ പ്രോഗ്രാമിൽ യൂസ് ചെയ്യാറുള്ളൂ. എന്നാൽ നമുക്കത് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് അറിയണം. ഈ ഡെസിമൽ ഇൻറ്റിജർ കോൺസ്റ്റൻറ്റ്, ഇതിൽ ഇൻറ്റിജർ constants consisting of a set of digits 0 through 9 preceded by an optional plus or minus sign. ഇത് 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റ്സ്, അത് എത്ര എണ്ണം വേണമെങ്കിലും വരാം. ദെൻ ഓപ്ഷണൽ പ്ലസ് ഓർ മൈനസ് സൈൻ സ്റ്റാർട്ടിങ്ങിൽ. ഇങ്ങനെയാണ് നമ്മളൊരു ഡെസിമൽ ഇൻറ്റിജർ കോൺസ്റ്റൻ്റ് എഴുതുക. അപ്പോൾ ഇവിടെ എന്താണോ പറഞ്ഞത് അത് മാത്രമാണ് ഡെസിമൽ ഇൻറ്റിജർ കോൺസ്റ്റൻ്റ്. ഇതല്ലാണ്ട് ഒരു സിമ്പലും അതിനകത്ത് വരാൻ പാടില്ല. അതായത് നമ്മൾ സാധാരണ 10,000 എന്നൊക്കെ എഴുതുമ്പോൾ 10 കഴിഞ്ഞിട്ട് ഒരു കോമ ഇട്ടിട്ട് ബാക്കി 3 0 എഴുതുന്ന രീതിയുണ്ട്. ഇങ്ങനെ നമ്മൾ 10,000 എന്ന് സാധാരണ നമ്മൾ മാത്സിലൊക്കെ പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെ എഴുതാം. അതേസമയം സിയിൽ ഇൻറ്റിജർ കോൺസ്റ്റൻ്റ് ഒരിക്കലും ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിനകത്ത് വാലിഡ് ആയിട്ടുള്ളത് എന്തൊക്കെയുള്ളൂ, പ്ലസ് ഓർ മൈനസ് സൈൻ ഇടാം, അത് കഴിഞ്ഞിട്ട് 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റ്സ്, അതിൻ്റെ ഒരു സെറ്റ് എത്ര എണ്ണം വേണമെങ്കിലും വരാം. എത്ര എണ്ണം വേണമെങ്കിലും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻറ്റിജറിന് ഒരു മാക്സിമം സൈസൊക്കെ ഉണ്ട്. അത് ഡേറ്റ ടൈപ്സ് പഠിക്കുന്ന സമയത്ത് പറയാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് ഡിജിറ്റ്സ് 0 through 9, ആ ഡിജിറ്റ്സ് ദെൻ പ്രൊസീഡഡ് ബൈ പ്ലസ് ഓർ മൈനസ് സൈൻ. ഇത്രയാണ് ഡെസിമൽ ഇൻറ്റിജർ കോൺസ്റ്റൻറ്റ്. നമുക്ക് കോമയോ സ്പേസോ അങ്ങനെയൊന്നും അതിനകത്ത് ഇടാൻ പറ്റില്ല. ദെൻ ഒക്ടൽ ഇൻറ്റിജർ കോൺസ്റ്റൻറ്റ്. ഒക്ടൽ ഇൻറ്റിജർ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒക്ടൽ നമ്പർ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് എനിക്കിപ്പോൾ 24 എന്നൊരു വാല്യൂ ഉണ്ട്. വെറുതെ ഇങ്ങനെ 24 എന്ന് എഴുതിയാൽ അത് ഡെസിമൽ ഇൻറ്റിജർ കോൺസ്റ്റൻ്റ് ആണ്. അത് ഒക്ടലാണെന്ന് പറഞ്ഞാൽ, ഒക്ടലാകുമ്പോൾ ഇത് 24 24 എന്ന് പറഞ്ഞാൽ അതിന് വേറെ വാല്യൂ ആണ്. അപ്പോൾ ഇത് ഒക്ടലാണെങ്കിൽ ഞാനത് 024 എന്നായിരിക്കും എഴുതുക. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 വെച്ചിട്ടാണെങ്കിൽ അതിനെ ഒക്ടൽ നമ്പറായിട്ടാണ് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഒക്ടൽ ഇൻറ്റിജർ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻറ്റിജർ കോൺസ്റ്റൻസ് കൺസിസ്റ്റിംഗ് ഓഫ് സീക്വൻസ് ഓഫ് ഡിജിറ്റ്സ് ഫ്രം ദി സെറ്റ് 0 through 7. അതായത് ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ നമുക്ക് 0 മുതൽ 7 വരെയുള്ള ഡിജിറ്റ്സേ വരുള്ളൂ. അപ്പോൾ നമ്മളൊരു നമ്പർ 0 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് 02, 024 ഇങ്ങനെയൊക്കെ നമ്മൾ 0 വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഒക്ടൽ നമ്പർ ആയിട്ടാണ് എടുക്കുക. അതുകൊണ്ട് അതിനകത്ത് 0 മുതൽ 7 വരെയുള്ള ഡിജിറ്റ്സ് മാത്രമേ അലൗഡ് ആയിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഇൻറ്റിജർ ഡെസിമൽ ഇൻറ്റിജർ കോൺസ്റ്റൻറ്റിൻ്റെ അതേ റൂൾ തന്നെയാണ്. വേറെ സിമ്പിൾസ് ഒന്നും പാടില്ല. ദെൻ ഹെക്സാഡെസിമൽ ഇൻറ്റിജർ കോൺസ്റ്റൻറ്റ്. ഹെക്സാഡെസിമൽ ഇൻറ്റിജർ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെക്സാഡെസിമൽ നമ്പർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഹെക്സാഡെസിമലാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 0x വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. എക്സ് എന്ന് പറയുന്നത് ക്യാപിറ്റലോ സ്മോൾ ലെറ്ററോ ആവാം. പിന്നെ ഹെക്സാഡെസിമലിനകത്ത് വരുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ വി ക്യാൻ യൂസ് ലെറ്റേഴ്സ് ആൽഫബെറ്റ്സ് ഫ്രം A to F. നമ്മൾ 10 മുതൽ 15 വരെയുള്ള നമ്പേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് A മുതൽ F വരെയുള്ള ക്യാരക്ടേഴ്സാണ് ഹെക്സാഡെസിമലിൽ യൂസ് ചെയ്യുക. അതുകൊണ്ട് 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റ്സും A to F ക്യാരക്ടേഴ്സും നമുക്ക് ഹെക്സാഡെസിമൽ ഇൻറ്റിജർ കോൺസ്റ്റൻറ്റിൽ യൂസ് ചെയ്യാം.
പക്ഷെ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റണമെങ്കിൽ അത് 0x സ്റ്റാർട്ട് ചെയ്തിരിക്കണം, എന്നാൽ മാത്രമേ അത് ഹെക്സാഡെസിമലായിട്ട് എടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ അത് ഇൻറ്റീജറാണ്, ഡെസിമലാണ്. അപ്പോൾ A to F എന്ന് പറയുന്നത് നമുക്ക് ക്യാപിറ്റലോ സ്മോൾ ലെറ്ററോ ആവാം. 0x എക്സും ക്യാപിറ്റലോ സ്മോൾ ലെറ്ററോ ആവാം. അപ്പോൾ കുറച്ച് വാലിഡ് ഹെക്സാഡെസിമൽ കോൺസ്റ്റൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കണ്ടോ നമ്മൾ 0xBD, അതിൽ എക്സും ബിയും സ്മോൾ ലെറ്ററും ഡി ക്യാപിറ്റലും ആണ് എഴുതിയത്. അതുപോലെ ഇവിടെ 0xHD, അതിൽ എക്സ് ക്യാപിറ്റലും ഡി സ്മോളും ആണ് എഴുതിയത്. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം, ഒരേ വാല്യൂ ആയിരിക്കും. ഇതിനകത്തും വേറെ സിമ്പിൾസ് ഒന്നും പാടില്ല. അപ്പോൾ അതാണ് ഇൻറ്റിജർ കോൺസ്റ്റൻസ്. ദെൻ നെക്സ്റ്റ് റിയൽ കോൺസ്റ്റൻസ്. റിയൽ കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിയൽ നമ്പേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണേ. റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രാക്ഷണൽ പാർട്ടൊക്കെയുള്ള നമ്പേഴ്സ്. അപ്പോൾ നമ്പേഴ്സ് ഹാവിങ് ഫ്രാക്ഷണൽ പാർട്സ് ആർ കോൾഡ് റിയൽ ഓർ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് കോൺസ്റ്റൻസ്. അപ്പോൾ നമ്മൾ മാത്സിലൊക്കെ പഠിക്കുമ്പോൾ അതിന് റിയൽ നമ്പേഴ്സ് എന്നാണ് പറയുക. പക്ഷേ സിയിൽ നമ്മൾ കൂടുതലും ഫ്ലോട്ടിംഗ് പോയിൻറ്റ്സ് നമ്പേഴ്സ് തന്നെയാണ് പറയാറ്. റിയൽ നമ്പേഴ്സിനേക്കാളും കൂടുതൽ നമ്മൾ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞ ടേമാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷണൽ പാർട്ടുള്ള കോൺസ്റ്റൻസ് ആണ്. ആൻഡ് ദേ ആർ റെപ്രസെൻറ്റഡ് ഇൻ 2 ഫോംസ്, ഫ്രാക്ഷണൽ ഫോം ആൻഡ് എക്സ്പോണൻറ്റ് ഫോം. ഫ്രാക്ഷണൽ ഫോം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ ഒരു നമ്പർ റെപ്രസെൻറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇതൊക്കെയാണ് ഫ്രാക്ഷണൽ ഫോമാറ്റിലുള്ള റിയൽ കോൺസ്റ്റൻറ്റിന് എക്സാമ്പിൾ. 0.05, -0.905. അങ്ങനെ നമുക്കൊരു ഡെസിമൽ പാർട്ടും അതിൻ്റെ ഒരു ഇൻറ്റിജർ പാർട്ടും ഉണ്ടാകും, അതിന് ശേഷം ഡെസിമൽ പോയിൻറ്റിന് ശേഷം ഒരു ഫ്രാക്ഷണൽ പാർട്ടും ഉണ്ട്. അതാണ് നമ്മുടെ ഫ്രാക്ഷണൽ ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ ഡെസിമൽ ഇൻറ്റിജർ കോൺസ്റ്റൻറ്റ് പറഞ്ഞ പോലെ തന്നെ അതിനെ പ്ലസ് ഓർ മൈനസ് സൈൻ വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ അതിനിടയ്ക്ക് ഈ പറഞ്ഞതല്ലാതെ ഡെസിമൽ പോയിൻറ്റും ഡിജിറ്റ്സും പ്ലസ് ഓർ മൈനസ് സൈൻ സ്റ്റാർട്ടിങ്ങിലും, ഇതല്ലാണ്ട് വേറെ ക്യാരക്ടേഴ്സ് ഒന്നും അതിനകത്ത് പാടില്ല, കോമയോ സ്പേസോ ഒന്നും പാടില്ല. അതാണ് ഫ്രാക്ഷണൽ ഫോം എന്ന് പറയുന്നത്. ദെൻ എക്സ്പോണൻറ്റ് ഫോം. എക്സ്പോണൻറ്റ് ഫോമിന് നമ്മൾ സയൻറ്റിഫിക് നൊട്ടേഷൻ എന്നും പറയും. എക്സ്പോണൻറ്റ് ഫോമിൻ്റെ ഫോമാറ്റ് എന്ന് പറഞ്ഞാൽ മാൻഡിസ ഇ എക്സ്പോണൻറ്റ് എന്ന് പറഞ്ഞ ഫോർമാറ്റ് ആയിരിക്കും. ഇത് 1.2E5 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് 1.2 × 10⁵ എന്നാണ്. അപ്പോൾ ആ ഫോർമാറ്റിലായിരിക്കും എക്സ്പോണൻറ്റ് ഫോം അല്ലെങ്കിൽ എക്സ്പോണൻറ്റ് നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൽ മാൻഡിസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ ബി എ ഇൻറ്റിജർ ഓർ എ റിയൽ നമ്പർ എക്സ്പ്രസ്ഡ് ഇൻ ഡെസിമൽ നൊട്ടേഷൻ. അതായത് ഇൻറ്റിജർ ഓർ റിയൽ നമ്പർ ആയിരിക്കും ഇവിടെ എനിക്ക് 1.2 എന്ന് എഴുതാം, 1 എന്ന് എഴുതാം, 1.0 എന്ന് എഴുതാം. അത് പ്ലസ് ഓർ മൈനസ് സിമ്പൽ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യാം. ഇത് +1.2, -1.2, -1.0 അങ്ങനെയൊക്കെ എഴുതാം. അപ്പോൾ പ്ലസ് ഓർ മൈനസ് സൈൻ എന്ന് ഇവിടെ ഞാൻ പ്രത്യേകം പറയാഞ്ഞത് അത് നമ്മുടെ ഇൻറ്റിജറിനകത്ത് റിയൽ നമ്പറിനകത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദെൻ ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് എക്സ്പോണൻറ്റ് എന്ന് കാണിക്കുന്നത്. അത് ഇ ക്യാൻ ബി അപ്പർ കേസ് ഓർ ലോവർ കേസ് ഇ. അത് മാൻഡിസൈന് എക്സ്പോണൻറ്റിന് ഏതാണ് മാൻഡിസ ഏതാണ് എക്സ്പോണൻറ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അതിനിടയ്ക്ക് ഒരു ഇ. ഇതിനിടയ്ക്ക് മാൻഡിസ കഴിഞ്ഞിട്ട് ഇയുടെ ഇടയ്ക്ക് സ്പേസ് ഉണ്ടാവില്ല, ഇ കഴിഞ്ഞിട്ട് എക്സ്പോണൻറ്റിന് ഇടയ്ക്കും സ്പേസ് ഉണ്ടാവില്ല കേട്ടോ. ദെൻ എക്സ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഇൻറ്റീജറാണ്. അതായത് എനിക്ക് 1.2 × 10⁻².25 എന്ന് എഴുതാൻ പറ്റില്ല. 10⁵5 എന്നോ 10⁻25 എന്നൊക്കെ എഴുതാം. അതായത് ഈ എക്സ്പോണൻറ്റ് എന്ന് പറയുന്നത് ഇൻറ്റീജർ ആയിരിക്കണം, അവിടെ റിയൽ നമ്പേഴ്സ് പറ്റില്ല. പക്ഷേ അവിടെ നമുക്ക് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഇടാം, 10⁻⁻5 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഇതാണ് റിയൽ കോൺസ്റ്റൻസ് പറയുമ്പോഴുള്ള റൂൾസ്. റിയൽ കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷണൽ പാർട്ട് ഉണ്ടാവാം, പിന്നെ അതിന് പ്ലസ് ഓർ മൈനസ് സൈൻ വെച്ചിട്ട് പ്രൊസീഡ് ചെയ്യാം. 2 ഫോർമാറ്റിൽ, ഫ്രാക്ഷണൽ ഫോമിലും എക്സ്പോണൻറ്റ് ഫോമിലും റെപ്രസെൻറ്റ് ചെയ്യാം. ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോമയോ സ്പേസോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇടാൻ പാടില്ല. ദെൻ നെക്സ്റ്റ് ക്യാരക്ടർ കോൺസ്റ്റൻറ്റ്. ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ സിംഗിൾ ക്യാരക്ടർ എൻക്ലോസ്ഡ് വിത്തിൻ സിംഗിൾ കോഡ്സ്. അതായത് സിംഗിൾ കോഡ്സിനകത്ത് ഇട്ടിരിക്കുന്ന ഒരു സിംഗിൾ ക്യാരക്ടർ. അതായത് എ എന്ന് ഞാൻ സിംഗിൾ കോഡ്സിലിട്ടാൽ ഇത് ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് എ ആണ്. സിംഗിൾ കോഡ്സിൽ ഞാൻ 5 എന്നിട്ടാൽ ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് 5 ആണ്. ഇനി സിംഗിൾ കോഡ്സ് ഇല്ലാണ്ട് ഞാൻ വെറുതെ 5 എന്ന് എഴുതുകയാണെങ്കിൽ എന്താണ്? ഇത് ഇൻറ്റിജർ 5 ആണ്. ഞാൻ വെറുതെ എ എന്ന് എഴുതുകയാണെങ്കിൽ ഇത് ഐഡൻറ്റിഫയർ എ ആണ്. അതാണ് ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം. സിംഗിൾ കോഡ്സിനകത്ത് എ എന്നിടുകയാണെങ്കിൽ അത് ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് എ ആണ്. അപ്പോൾ എന്താണ് ഈ എയും ഈ എയും തമ്മിലുള്ള വ്യത്യാസം? എന്താണ് ഈ 5ഉം ഈ 5ഉം തമ്മിലുള്ള വ്യത്യാസം? അതെന്താണെന്ന് വെച്ചാൽ ഓൾ ക്യാരക്ടർ കോൺസ്റ്റൻസ് ഹാവ് ന്യൂമറിക്കൽ വാല്യൂസ് നോൺ ആസ് ആസ്കി വാല്യൂസ്. ഒരു ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് എടുക്കുമ്പോൾ അത് ഇപ്പോൾ ഞാൻ എ എന്ന് പറഞ്ഞ സിംഗിൾ കോഡ്സിനകത്തിട്ട് എടുത്താൽ അതിൻ്റെ മീനിങ് ആൽഫബറ്റിലുള്ള എ ആണ്.
അല്ലാണ്ട് എ എന്ന് പറഞ്ഞ വേരിയബിൾ അല്ലെങ്കിൽ ഐഡൻറ്റിഫയർ എന്ന് പറഞ്ഞാൽ എന്താ, അതിനകത്തൊരു നമ്പർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ഞാനത് എടുക്കുക. അതേസമയം ക്യാരക്ടർ എ, അതായത് സിംഗിൾ കോഡ്സിനകത്തുള്ള എ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ എ, അതിന് ഒരു കറസ്പോണ്ടിങ് ആസ്കി വാല്യൂ ഉണ്ട്. അതാണ് ഇതിൻ്റെ മീനിങ്. അപ്പോൾ ഏതൊരു ക്യാരക്ടർ കോൺസ്റ്റൻ്റ് എടുക്കുകയാണെങ്കിലും അതിനൊരു ന്യൂമറിക്കൽ ഇക്വലൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ന്യൂമറിക്കൽ വാല്യൂ ഉണ്ട്. ആ വാല്യൂ എന്ന് പറയുന്നത് ആസ്കി വാല്യൂ ആയിരിക്കും. അപ്പോൾ കുറച്ച് ക്യാരക്ടർ കോൺസ്റ്റൻസിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ ആണ് ഇവിടെ കൊടുത്തത്. ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 65 ആണ്, ക്യാപിറ്റൽ ബി 66 ആണ്. അപ്പോൾ സി എന്തായിരിക്കും, 67 ആയിരിക്കും. അങ്ങനെ ഓർഡറിൽ വന്നു കഴിഞ്ഞാൽ സെഡ് എന്ന് പറഞ്ഞാൽ 90 ആണ്. ദെൻ സ്മോൾ ലെറ്റർ എ എന്ന് പറഞ്ഞാൽ 97 ആണ്. അങ്ങനെ ഓർഡറിൽ വന്നു കഴിയുമ്പോൾ സ്മോൾ ലെറ്റർ സെഡ് എന്ന് പറഞ്ഞാൽ 122 ആണ്. ഇതുപോലെ സിംഗിൾ കോഡ്സിൽ 0 എന്ന് കൊടുത്താൽ അതിനൊരു വാല്യൂ ഉണ്ടാവും, സിംഗിൾ കോഡ്സിൽ സ്പേസ് എന്ന് പറഞ്ഞാൽ അതിന് വാല്യൂ ഉണ്ട്. അങ്ങനെ എല്ലാ ക്യാരക്ടർ കോൺസ്റ്റൻറ്റിനും ഒരു ആസ്കി വാല്യൂ, കറസ്പോണ്ടിങ് ആസ്കി വാല്യൂ ഉണ്ട്. ഇനി ക്യാരക്ടർ കോൺസ്റ്റൻറ്റിലെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആണ് \ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. ഇതിന് \ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് എന്ന് പറയും, എസ്കേപ്പ് ക്യാരക്ടേഴ്സ് എന്ന് പറയും, അല്ലെങ്കിൽ എസ്കേപ്പ് സീക്വൻസ് എന്നൊക്കെ പറയും. അതെങ്ങനെയാണ് എഴുതുക എന്ന് വെച്ചാൽ സിംഗിൾ കോഡ്സിനകത്ത് തന്നെയാണ്. സിംഗിൾ കോഡ്സിനകത്ത് ഇങ്ങനെ /n, ഡബിൾ കോഡ്സ് അല്ല കേട്ടോ, സിംഗിൾ കോഡ്സിൽ /n. ഇങ്ങനെയാണ്, ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മളൊരു \ക്യാരക്ടർ കോൺസ്റ്റൻ്റ് എഴുതുക. ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേ ആർ യൂസ് ടു റെപ്രസെൻറ്റ് നോൺ പ്രിൻറ്റബിൾ ക്യാരക്ടേഴ്സ്, അല്ലെങ്കിൽ നോൺ ഗ്രാഫിക്കൽ ക്യാരക്ടേഴ്സ്. അല്ലെങ്കിൽ നമുക്ക് കീബോർഡിൽ ഇങ്ങനെ, ഇപ്പോൾ നമുക്കൊരു ഔട്ട്പുട്ട് പ്രിൻറ്റ് ചെയ്യണം, അതിനകത്ത് ഇങ്ങനെ വേണം ഔട്ട്പുട്ട് എന്ന് കീ വെച്ചിട്ട് ടൈപ്പ് ചെയ്തിട്ട് ഇതാണ് ഔട്ട്പുട്ട് വേണ്ടതെന്ന് പറയാൻ പറ്റാത്ത കുറച്ച് സിറ്റുവേഷൻസ് വരും. അങ്ങനത്തെ സമയങ്ങളിൽ നമുക്കത് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് \ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ /n-ൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോ ടു ദി നെക്സ്റ്റ് ലൈൻ, ഗോ ടു ഫസ്റ്റ് ക്യാരക്ടർ ഓഫ് നെക്സ്റ്റ് ലൈൻ എന്നാണ് /n-ൻ്റെ അർത്ഥം. അതായത് ജസ്റ്റ് ഇവിടെ ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ ഈ printf എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനാണ് നമ്മൾ ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ യൂസ് ചെയ്തതാണ്. അവിടെ നമ്മൾ പ്രിൻറ്റ് ചെയ്യാൻ പറയുകയാണ്. ഡബിൾ കോഡ്സിനകത്താണ് എന്താണ് പ്രിൻറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മൾ ഡബിൾ കോഡ്സിനകത്ത് ഒരു സ്ട്രിങ് ആയിട്ടാണ് പറയുക. സ്ട്രിങ്ങിനകത്ത് ഹലോ സ്പേസ് ഗുഡ് മോർണിംഗ് എന്ന് ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ ഹലോ സ്പേസ് ഗുഡ് മോർണിംഗ് തന്നെയായിരിക്കും പ്രിൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ കൊടുത്തത് ഹലോ /n ഗുഡ് മോർണിംഗ്, ഇതാണ് പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഔട്ട്പുട്ട് വരെ ഇങ്ങനെയാണ്, ഹലോ എന്ന് പറഞ്ഞാൽ /n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോ ടു ദി ഫസ്റ്റ് ക്യാരക്ടർ ഓഫ് നെക്സ്റ്റ് ലൈൻ. അപ്പോൾ ഹലോ എന്ന് പറയുന്നത് ഒരു ലൈനിൽ പ്രിൻറ്റ് ചെയ്തു, /n കണ്ടപ്പോൾ അടുത്ത ലൈനിൻ്റെ ഫസ്റ്റ് പൊസിഷനിലേക്ക് വന്നു, എന്നിട്ട് അവിടെയാണ് ഗുഡ് മോർണിംഗ് എന്ന് പ്രിൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ എപ്പോഴും പ്രിൻറ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സ്ട്രിങ് ആയിട്ടാണ് പറയുക. അപ്പോൾ സ്ട്രിങ്ങിനകത്ത് നമുക്ക് നെക്സ്റ്റ് ലൈനിലേക്ക് പോകണം, ഫസ്റ്റ് ക്യാരക്ടറിലേക്ക് പോകണം എന്നൊക്കെ പറയാൻ എന്താണ് യൂസ് ചെയ്യാൻ പറ്റുക, അതിന് /n എന്ന് പറഞ്ഞ എസ്കേപ്പ് ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് യൂസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ എസ്കേപ്പ് സീക്വൻസ് യൂസ് ചെയ്യുക. അപ്പോൾ എസ്കേപ്പ് സീക്വൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആസ് ലൈക്ക് എനി അതർ ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് ദേ ആർ എൻക്ലോസ്ഡ് വിത്തിൻ സിംഗിൾ കോഡ്സ് ആൻഡ് ദേ സ്റ്റാർട്ട് വിത്ത് \. ഇവിടെ യൂസ് ചെയ്യേണ്ടത് \/ ആണ്, അതായത് ഡിവൈഡ് ചെയ്യുന്ന / അല്ല. ഡിവൈഡ് ചെയ്യുന്നതിന് നമ്മൾ / എന്നാണ് പറയുക. ഈ / അല്ല യൂസ് ചെയ്യേണ്ടത്, \/ ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു \/ വെച്ചിട്ടായിരിക്കും എസ്കേപ്പ് സീക്വൻസ് സ്റ്റാർട്ട് ചെയ്യുക. ഈ \ഉം അതിന് ശേഷം ഒരു സിംഗിൾ ക്യാരക്ടറും, ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് നമ്മൾ സിംഗിൾ കോട്ടിനകത്തിട്ടാൽ അതൊരു ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സിംഗിൾ ക്യാരക്ടർ എൻക്ലോസ്ഡ് ഇൻ സിംഗിൾ കോഡ്സ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമുക്ക് കാഴ്ചയിൽ ഇത് 2 ക്യാരക്ടർ ഉണ്ട്, /ഉം n-ഉം. പക്ഷേ \/ ആൻഡ് ദി ഫോളോയിങ് ക്യാരക്ടർ ടുഗെദർ ആസ് എ സിംഗിൾ ക്യാരക്ടർ, അങ്ങനെയായിട്ടാണത് കൺസിഡർ ചെയ്യുക. അതായത് ഇത് ഒറ്റ ക്യാരക്ടർ, 2 ക്യാരക്ടർ ആയിട്ടല്ല, ഇത് രണ്ടും കൂടെ ചേർന്ന് ഒരു ക്യാരക്ടർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആയത്. അതായത് നമ്മൾ എല്ലാ ക്യാരക്ടർ കോൺസ്റ്റൻറ്റിനും നമ്മൾ നേരത്തെ ഇവിടെയുള്ള എല്ലാ \/ ക്യാരക്ടർ കോൺസ്റ്റൻറ്റിനും നേരത്തെ നമ്മൾ ക്യാരക്ടർ കോൺസ്റ്റൻറ്റിന് ആസ്കി വാല്യൂ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഓരോ \/ ക്യാരക്ടർ കോൺസ്റ്റൻറ്റിനും ഒരു കറസ്പോണ്ടിങ് ആസ്കി വാല്യൂ ഉണ്ട്. അപ്പോൾ നോൺ പ്രിൻറ്റബിൾ ക്യാരക്ടേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ \/ ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയും \/ ക്യാരക്ടേഴ്സാണ് സിയിലുള്ളത്. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ടിന് വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ പറഞ്ഞു കഴിയുമ്പോൾ ഇത് ഓരോന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് വൺ /a എന്ന് പറഞ്ഞാൽ ഓഡിബിൾ അലേർട്ടാണ്. ഇതൊരു ബെൽ സൗണ്ട്, ഔട്ട്പുട്ടിൽ ബെൽ സൗണ്ട് കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ /b എന്ന് പറയുന്നത് \backspace ആണ്. \backspace എന്ന് പറഞ്ഞാൽ കീബോർഡിൽ നിങ്ങൾ \backspace യൂസ് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ യൂസ് എന്താണ്, നമ്മളിപ്പോൾ എവിടെയാണോ കേഴ്സർ ഇരിക്കുന്നത് അതിൻ്റെ തൊട്ട് മുന്നത്തെ ക്യാരക്ടർ എന്താണെന്ന് വെച്ചാൽ അത് ഡിലീറ്റ് ചെയ്യുക, കേഴ്സർ അവിടെ പോയി നിൽക്കുക. അപ്പോൾ അതാണ് ഈ \backspace-ൻ്റെ ഉദ്ദേശം. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ നമ്മൾ ലാസ്റ്റ് പ്രിൻറ്റ് ചെയ്തത് ക്യാരക്ടർ എന്താണോ അതിനെ കളയണം, അതിൻ്റെ തൊട്ട് ബാക്കിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് /b യൂസ് ചെയ്യാം. ദെൻ /f എന്ന് പറഞ്ഞാൽ ഫോം ഫീഡാണ്.
അതായത് നമ്മളിപ്പോൾ ഇരിക്കുന്നത് എവിടെയാണോ കേസർ അതിൻ്റെ തൊട്ട് താഴത്തെ ലൈനിൽ അതേ പൊസിഷനിൽ വരും. ദെൻ സ്ലാഷ് എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂ ലൈൻ എന്നാണ് പറയുക. ന്യൂ ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ട് താഴത്തെ ലൈനിലെ ഫസ്റ്റ് ക്യാരക്ടറിലേക്ക് ഫസ്റ്റ് പൊസിഷനിലേക്ക് പോയി നിൽക്കണം. ദെൻ സ്ലാഷ് RS ക്യാരേജ് റിട്ടേൺ. ക്യാരേജ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഇരിക്കുന്ന ലൈൻ ഏതാണോ ആ ലൈനിൻ്റെ ഫസ്റ്റ് കോളത്തിലേക്ക് പോകണം. ദെൻ സ്ലാഷ് T ഇസ് ഹൊറിസോണ്ടൽ ടാബ്. നമ്മൾ 8 പൊസിഷൻ ഫ്രണ്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ 8 7 ഓരോ ഇതിൽ ഓരോ പോലെ ഇരിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ടാബ് കീ യൂസ് ചെയ്യാറില്ലേ, അതേ കാര്യം നമ്മുടെ സീഡ് ഔട്ട്പുട്ടിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ലാഷ് T ആണ് യൂസ് ചെയ്യുക. ദെൻ സ്ലാഷ് V ഇസ് വെർട്ടിക്കൽ ടാബ്. നമ്മൾ ഹൊറിസോണ്ടൽ ടാബ് പോലെ തന്നെ താഴേക്ക് സ്പേസിങ് കൊടുക്കാനാണ് വെർട്ടിക്കൽ ടാബ്. ദെൻ നമുക്ക് ബാക്ക് സ്ലാഷ് തന്നെ പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ലാഷ് എന്നാണ് കൊടുക്കുക. ദെൻ ഡബിൾ കോട്ട് പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ലാഷ് ഡബിൾ കോട്ട്. സിംഗിൾ കോട്ട്സ് പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ലാഷ് സിംഗിൾ കോട്ട്. ക്വസ്റ്റ്യൻ മാർക്കിന് സ്ലാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. ദെൻ സ്ലാഷ് 0. സ്ലാഷ് 0 എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ക്യാരക്ടറാണ്, നൾ ക്യാരക്ടർ എന്നാണ് നമ്മൾ പറയുക. ഈ നൾ ക്യാരക്ടർ നമ്മൾ സ്ട്രിങ് കോൺസ്റ്റൻസ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്ട്രിങ് കോൺസ്റ്റൻറ്റ് റെപ്രസെൻറ്റ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് ഈ സ്ലാഷ് 0 ഉപയോഗിക്കുക. അത് സ്ട്രിങ് കോൺസ്റ്റൻറ്റ് പറയുമ്പോൾ പറയാം സ്ലാഷ് 0 എന്തിനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും ബാക്ക് സ്ലാഷ് ക്യാരക്ടേഴ്സാണുള്ളത്. ഇനി സ്ട്രിങ് കോൺസ്റ്റൻറ്റ്. സ്ട്രിങ് കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് എൻക്ലോസ്ഡ് ഇൻ ഡബിൾ കോഡ്സ്. അതായത് ഡബിൾ കോഡ്സിനകത്ത് എനിക്ക് എന്തും എഴുതാം. ഡബിൾ കോഡ്സിനകത്ത് 1 2 3 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് സ്ട്രിങ് കോൺസ്റ്റൻറ്റ് 1 2 3 ആണ്. അപ്പോൾ വെറുതെ 1 2 3 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇത് ഇൻറ്റിജർ കോൺസ്റ്റൻറ്റ് 1 2 3 ആണ്. ഡബിൾ കോഡ്സിൽ ഇട്ട് കഴിയുമ്പോൾ അത് സ്ട്രിങ് കോൺസ്റ്റൻറ്റ് 1 2 3 ആണ്. ഇൻറ്റിജർ കോൺസ്റ്റൻറ്റ് 1 2 3 എന്ന് പറയുമ്പോൾ അതിന് 123 എന്നൊരു വാല്യൂ ഉണ്ട്. അതേസമയം ഈ ഡബിൾ കോഡ്സിൽ 1 2 3 എന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് മെമ്മറിയിൽ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുകയെന്ന് വെച്ചാൽ 1 എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ, 2 എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ, 3 എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ, ഇനി ഇതിൻ്റെ എൻഡ് കാണിക്കാൻ വേണ്ടി ഒരു സ്ലാഷ് 0 ഇടും. ഇതാണ് നൾ ക്യാരക്ടറിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ. ഒരു സ്ട്രിങ് കോൺസ്റ്റൻറ്റിൻ്റെ എൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലാഷ് 0 എന്നായിരിക്കും. ഇത് കോൺസ്റ്റൻറ്റ് നമ്മൾ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു സ്ലാഷ് 0 ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഡബിൾ കോഡ്സിലിട്ട് ഞാൻ പറഞ്ഞു ഇതും വ്യത്യാസമുണ്ട്. ഇതിൻ്റെ വാല്യൂ 123 എന്നാണ്. ഇതിൻ്റെ വാല്യൂ 1ൻ്റെ വാല്യൂ 1-നൊരു വാല്യൂ ഉണ്ട്, 2-നൊരു വാല്യൂ ഉണ്ട്, 3-ക്കൊരു വാല്യൂ ഉണ്ട്. അത് കഴിഞ്ഞാൽ ഒരു സ്ലാഷ് 0 ഉണ്ട് നമ്മൾ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ. ഓക്കെ. ദെൻ നമ്മുടെ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കൊരു സിംഗിൾ ക്യാരക്ടറും ഇങ്ങനെ സ്ട്രിങ് കോൺസ്റ്റൻ്റ് ആയിട്ട് പറയാം. അപ്പോൾ ഈ സിംഗിൾ ക്യാരക്ടർ എ എന്ന് പറഞ്ഞാലും സിംഗിൾ ക്യാരക്ടർ എൻക്ലോസ്ഡ് വിത്തിൻ ഡബിൾ കോഡ്സും വിത്തിൻ സിംഗിൾ കോഡ്സും രണ്ടും രണ്ടാണ്. ഇതെന്ന് പറഞ്ഞാൽ സ്ട്രിങ് കോൺസ്റ്റൻ്റ് എ ആണ്, ഇത് ക്യാരക്ടർ കോൺസ്റ്റൻ്റ് എ ആണ്. നമ്മൾ ക്യാരക്ടർ കോൺസ്റ്റൻ്റ് എക്ക് 97 എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതിന് 97 എന്നൊരു വാല്യൂ ഉണ്ട്, പക്ഷെ ഇതിന് 97 എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ ഇല്ല. കാരണം ഇത് സിംഗിൾ ക്യാരക്ടറായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. ഇതിനെ നമ്മൾ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് പ്രോഗ്രാമിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ അറ്റത്തൊരു സ്ലാഷ് 0 കൂടെ ഉള്ളതായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സിംഗിൾ ക്യാരക്ടർ ആണെങ്കിലും മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഒക്കെ അതൊരു സ്ട്രിങ് ആയിട്ടാണ് എടുക്കുന്നത്. അല്ലാണ്ട് ഇതിനൊരു ആസ്കി വാല്യൂ ആയിട്ട് നമ്മൾ എടുക്കാറില്ല. അതുപോലെ ഇങ്ങനെ ഇട്ടാൽ സ്ട്രിങ് കോൺസ്റ്റൻറ്റ് 5, ഇത് ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് 5, ഇത് ഇൻറ്റിജർ 5. ഇനിയിപ്പോൾ ഞാൻ 5.0 എന്നിട്ടാണെങ്കിൽ റിയൽ കോൺസ്റ്റൻറ്റ് 5. അങ്ങനെ ഓരോന്നിനും ഓരോ മീനിങ് ആണ്. അപ്പോൾ ഇത് ഓരോന്നും സിയിൽ ഇത് ഓരോന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അല്ലാണ്ട് നമുക്ക് 5 എന്ന് എഴുതണമെന്നുണ്ടെങ്കിൽ 5 എന്താണെന്ന് ആലോചിക്കണം. ഇൻറ്റിജർ ആയിട്ടാണോ യൂസ് ചെയ്യേണ്ടത്, ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആയിട്ടാണോ, സ്ട്രിങ് കോൺസ്റ്റൻ്റ് ആയിട്ടാണോ, ഓരോന്നിനും ഓരോ മീനിങ് ആണ് 5-നുള്ളത്. അപ്പോൾ ഇത്രയാണ് കോൺസ്റ്റൻസ് ഉള്ളത്. നെക്സ്റ്റ് സി ടോക്കൺ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം.